വീട്ടുകാരോട് മിണ്ടാതെ രഞ്ജിത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയി. പക്ഷേ ബിഗ് ബോസ് അപ്പോൾ തന്നെ പറഞ്ഞു, എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരൂ രഞ്ജിത്തെ എന്ന് പറഞ്ഞു. പിന്നെ അനുമോൾക്ക് അക്ബറിന്റെ നോട്ടം ശരിയല്ല, അക്ബർ കാണുന്ന നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നു. അതിന്റെ വീഡിയോ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇന്നത്തെ പരാതിപ്പെട്ടിൽ മൊത്തം അനീഷിനെതിരെ ആയിരുന്നു മൊത്തം പരാതിപ്പെട്ടി. ഇങ്ങനെ പോയാൽ അനീഷിനൊരു വിന്നർ ആവാനുള്ള സാധ്യത കാണുന്നില്ലേ? നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പിടിച്ചതിൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സൺഡേ എപ്പിസോഡിലേക്ക് റിവ്യൂലായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ വരികയാണ്. ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ ആദ്യം തന്നെ പറയുന്നത് പരാതി പെട്ടിയില്ല, അതിനെപ്പറ്റി പറയാണ്. അതിന്റെ നേരെ അവരുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു, വീട്ടുകാരെ കാണിക്കുന്നു. അപ്പോൾ എവിക്ഷൻ ഉള്ള ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ അവരുടെ എഴുന്നേക്കാൻ പറയുന്നു. അപ്പോൾ എന്താണ്, നവീനോട് ചോദിക്കുന്നത് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ഇതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ പറയണേ. രഞ്ജിത്ത് പറയണേ പുറത്ത് പോയില്ല എന്ന് രഞ്ജിത്ത് പറയാണ് പുറത്ത് പോയില്ല എന്ന് തോന്നുന്നു, ഞാൻ പുറത്ത് പോയില്ലായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ആര്യൻ പറഞ്ഞു, എനിക്ക് അറിയില്ലല്ലോ ഏട്ടാ, എങ്ങനെയാണ് പ്രേക്ഷകരുടെ തീരുമാനം, എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. ജിസയിൽ പറഞ്ഞത്, എന്നെ ഇഷ്ടപ്പെട്ടാൽ ഓഡിയൻസിനെ നിർത്തിവിടാം എന്നൊക്കെ ഓരോരുത്തരും ഓരോ കാരണങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ കുറച്ചു പേർക്കൊന്നും അറിയില്ല എന്താണ് പുറത്തിടക്കുന്നത്, ചിലപ്പോൾ പോവില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ രഞ്ജിത്ത് എന്താണ് ഇതെല്ലാം കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം എല്ലാവരും ഇരിക്കാൻ പറയൂ, രഞ്ജിത്ത് എൻ്റെ അടുത്തേക്ക് പോരൂ. പെട്ടെന്ന് തന്നെ എവിക്ഷൻ നടത്തി. ആദ്യം തന്നെ എവിക്ഷനാണ് ആദ്യം നടത്തിയത്. എനിക്കത് അറിയില്ല പെട്ടെന്ന് എന്തിനാ അങ്ങനെ നടത്തിയെന്ന്. അപ്പോഴത്തേക്കും ആരോടും മിണ്ടാതെ രഞ്ജിത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇങ്ങനെ എന്നുവെച്ചാല് പെട്ടെന്ന് എവിക്റ്റ് ആണെന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരൻ ഷോക്കായി. പുള്ളിക്കാരൻ ഭയങ്കര ഷോക്കായി, വളരെ ഷോക്കായപ്പോൾ എന്താണ്, രഞ്ജിത്ത് ആരോടും മിണ്ടാതെ പോവാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു, ചേട്ടാ പോവല്ലേ ചേട്ടാ, പറഞ്ഞിട്ട് പോ എന്ന് പറയാണ്. എല്ലാവരും അങ്ങനെ പറയണേ. അപ്പൊ ബിഗ് ബോസ് പറയാണ്, രഞ്ജിത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോകൂ എന്ന് പറയാണ്. അപ്പോഴാണ് രഞ്ജിത്ത് എല്ലാവരുടെ അടുത്ത് സംസാരിച്ചിട്ട് പോണത്. രഞ്ജിത്ത് എല്ലാവരുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ശരത്തും അക്ബർ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഈ രഞ്ജിത്ത് പോകുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ, അപ്പൊ ബിഗ് ബോസിൽ നിന്ന് എന്താണ് രഞ്ജിത്ത് പോയതിനു ശേഷം സ്റ്റേജിൽ നിന്ന് ലാലേട്ടൻ പറയാണ്, ഇനിയും കൂടുതൽ ആൾക്കാർ പോകുമെന്ന് പറയുന്നു. ലാലേട്ടൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് അനുമോളെ എഴുന്നേപ്പിച്ചിട്ട് അനുമോളിനെ സേവ് ആക്കുന്നു. അതുപോലെ തന്നെ ശൈത്യനും എഴുന്നേപ്പിച്ചിട്ട് ശൈത്യനും സേവ് ആക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്രേക്കിന് പോയി തിരിച്ചു വരുന്നു. അപ്പൊ സ്റ്റോർ റൂമിൽ ഒരു സാധനം എടുത്തു വെച്ചിട്ട് പോയി എടുത്തിട്ട് വരുമെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസിനെയും അനീഷിനും പറഞ്ഞയക്കുന്നു. വേറൊന്നുമല്ല, പരാതി പെട്ടിയാണ്. അപ്പോൾ അനീഷ് ഒരു പെട്ടി, 2 പെട്ടി ഉണ്ടല്ലോ, അതിൽ ഒരു പെട്ടിയില് അനീഷെ എല്ലാ കണ്ടസ്റ്റൻസിനും അനീഷിനെതിരെ എഴുതിയ പരാതിയാണ്. ഒരു പെട്ടിയിലെ എല്ലാ കണ്ടസ്റ്റൻസിനെ പറ്റി എഴുതിയത്. അപ്പോൾ ഇതിൽ കൂടുതലുള്ളത് അനീഷിന്റെ പേരിലുള്ള പരാതികളാണ്. അപ്പൊ അതിലാണ് അടുത്ത് എഴുതിപ്പിച്ച് ചോദിക്കുകയാണ്. ലാലേട്ടൻ ചോദിക്കുക, നിങ്ങൾ കൊടുത്ത പരാതി എന്താണ് ചോദിക്കുമ്പോൾ ആള് കേൾക്കാൻ നിൽക്കുന്നില്ല. ഒരു ഗുഡ് ലിസണർ അല്ല. നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അതാണ് അനീഷിനെതിരെ ആദിലയും നോറയും കൊടുത്ത പരാതി. അപ്പൊ അനീഷ് ചോദിക്കുന്നു, അതൊരു തെറ്റാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. അനീഷ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ലാലേട്ടൻ വീണ്ടും ഒരു കാണിച്ചു, അതാണോ ആദില, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഇന്നലെ നടന്ന സംഭവമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിലൂടെ പറയുന്നു, അതിലായിരുന്നു നമ്മളെല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു. ഡൈനിങ് ടേബിളിൽ വെച്ചാൽ എല്ലാവരും എന്താണ് രാത്രി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കും, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് കാണിക്കുക. അപ്പൊ ഇന്നലത്തെ ഇവരുടെ വീഡിയോ കാണിക്കുകയാണ്. എന്നുവെച്ചാൽ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ആദില നോറ അനീഷ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, ഈ അനീഷ് ആദില നോറയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിയെ മിസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഒന്നാവണം എന്നൊക്കെ പറഞ്ഞിട്ട്
ആ ഫാമിലീനെ ഇപ്പൊ ഇവരാണല്ലോ ലെസ്ബിയൻ കപ്പിൾസ് ആണല്ലോ, അപ്പൊ അവര് അനുഭവിച്ച സ്ട്രഗിൾസും ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഒന്നാണ്, നിങ്ങളുടെ ഫാമിലി ഒന്നാണ്, നിങ്ങളുടെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത് ആദിലക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ ആദില എന്ന് വെച്ചാല് ആദില അവിടെ കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ അനീഷിന് മനസ്സിലായി, അനീഷിനെ കയ്യിൽ നിന്ന് പോയി മനസ്സിലായപ്പോൾ അനീഷ് ആദിലയുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന സംഭവം. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു ആദില നോറ എന്ന് ചോദിക്കുമ്പോ ആദില പറയാണ് അനീഷ് അപ്പൊ ലാലേട്ടൻ ചോദിക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ അനീഷേ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ ലാലേട്ടൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അനീഷിന്റെ ഡിവോഴ്സ് ആയതിനെ പറ്റിയും അവരെ ഒന്നിപ്പിക്കാൻ, നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിപ്പിക്കാന്ന് ആൾക്കാർ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുന്നു. അപ്പോ അനീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ആദിൽ അവിടെ കിടന്ന കരയുന്നില്ല. അപ്പൊ അനീഷ് പറയണെന്ന് ഇതെല്ലാം അവരുടെ ഡ്രാമയാണ് ലാലേട്ടാന്നൊക്കെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അനീഷ് എന്തൊക്കെയോ പറയാൻ പറഞ്ഞ് ഒന്ന് ഇതാക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ അനീഷ് ചെയ്ത ഒരു കാര്യത്തിനെ ഇല്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് ഭയങ്കര ഉറപ്പിക്കലായിരുന്നു. അതായിട്ട് അപ്പൊ ബ്രേക്കിന് ലാലേട്ടൻ പോവാണ്. ഈ ബ്രേക്കിന് ലാലേട്ടൻ പോയ സമയത്ത് അനീഷും നമ്മുടെ ശരത്തും അതുപോലെ തന്നെ അഭിലാഷും കൂടിയൊക്കെ ഭയങ്കരമായിട്ട് ഒച്ചുണ്ടാക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അഭിലാഷ് വന്നിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ അനീഷിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവസാനം ഒന്ന് അടങ്ങി. അപ്പത്തേക്ക് ലാലേട്ടൻ തിരിച്ചു വന്നു. അപ്പോ ഈ കാര്യം ചോദിച്ചു കേട്ടോ, അടുത്ത കംപ്ലൈന്റ് എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ ശരത്ത് പറഞ്ഞ അനീഷ് വന്ന മുതൽ അന്ന് തന്നെ നമുക്കൊരു ഒത്തൊരുമയില്ല, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിചാരിക്കുമ്പോൾ അനീഷ് മാത്രം വരില്ല എന്ന് പറയുന്നു. ലാലേട്ടൻ അതൊക്കെ തമാശയായിട്ട് എടുക്കുന്നത്. എനിക്കറിയാൻ പാടില്ല ഈ ലാലേട്ടൻ ഈ സാധനങ്ങളൊക്കെ എന്തിനാ തമാശ എടുക്കുന്നത്, പറയാനുള്ളത് പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ ബിന്നി എഴുതിപ്പിക്കുന്നു. ബിന്നി എടുത്തിട്ട് ബിന്നി പറഞ്ഞ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് അനീഷ് മലയാളം സംസാരിക്കുന്നു, മലയാളം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ആ ഇഷ്യൂ അത് എനിക്ക് തോന്നി. കാരണം പുള്ളിക്കാരൻ മറ്റേ സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞ കേസിലാണ് സുപ്രഭാതം പറയണം എന്നുള്ള അവസാനം ഓക്കെ അത് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇംഗ്ലീഷുകൾ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്കതൊരു ഇരട്ടത്താപ്പായിട്ട് തോന്നി. ശരി, ഇരട്ടത്താപ്പല്ല സോറി ഒരു ഡബിൾ സ്റ്റാൻഡോ അങ്ങനെയൊക്കെ ആയിട്ട് തോന്നി. കാരണം ഇയാൾ കുറച്ച് മുന്നേ അല്ലേ മലയാളം പറയണം വലിയതായിട്ട് പറഞ്ഞത്. ബിഗ് ബോസ് മലയാളം, അപ്പൊ മലയാളമേ പറയാൻ പാടുള്ളൂ. ഇതിൽ വന്നപ്പോ എന്തിനും ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തോന്നി ആ നേരത്ത്. പിന്നെ ശൈത്യ പറഞ്ഞ എല്ലാവരും ഡിഗ്നിറ്റി നശിപ്പിക്കാനായിട്ട് സംസാരിക്കുന്നവർ തോന്നുന്നു, ആ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അനീഷ് ഈ കാര്യം ന്യായീകരിക്കും. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല, ശരത്തിന്റെ അഭിനയം കൊള്ളൂല എന്നൊക്കെ എന്തോ ശൈത്യ പറഞ്ഞപ്പോ അനീഷ് അത് സമ്മതിച്ചായിരുന്നില്ല. പിന്നെ അനീഷ് സംസാരിക്കുകയാണ്, അനുമോളോട് ചോദിക്കുകയാണ് എന്താണ് അനീഷിനോടുത്ത പരാതി എന്ന് പറയുന്നത്. പിന്നെ ജിസയിലില്ല അണ്ടർവെയർ കേസ്. ജിസയിലാണെങ്കിൽ നാണം കെട്ടിയിരിക്കുക, അയ്യോ വീണ്ടും ഈ സാധനം വന്നല്ലോ എന്നുള്ള രീതിയിൽ ജിസയിൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അനീഷ് പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ അണ്ടർവെയർ ഇങ്ങനെ കാണിച്ചിട്ട് പ്രതികരിച്ചില്ല, അതാണ് ഞാൻ അനുമോൾക്കെതിരെ കൊടുക്കുന്ന പരാതി. അനീഷ് അനുമോൾക്കെതിരെ കൊടുത്തൊരു പരാതി പറയണം. പിന്നെ എവിക്ഷൻ നിൽക്കുന്ന ആൾക്കാർ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. ആര്യനെയും ഷാരികയും രണ്ടുപേരും സേവ് ആക്കുന്നു. ബ്രേക്കിന് പോകുന്നു. അതുകൊണ്ട് അനീഷ് അനുമോള് സംസാരിക്കുന്നു. അഭിലാഷിന് ദേഷ്യം വരുന്നു, ഒച്ച ഉണ്ടാക്കുന്നു. ലാലേട്ടൻ വരുന്നു. ഒനീലിനോട് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ ഒനീൽ കൊടുത്തത് ബിന്നിക്കെതിരാണ്. ബിന്നി വേറൊന്നല്ല, എന്തോ ഫുഡിന്റെ കേസ് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാല് അടുക്കളയിൽ ഇരുന്നപ്പോ നമ്മുടെ ഈ അക്ബർ ഇവിടെ പോയല്ലോ, അവരുടെ ഫുഡ് എടുക്കുന്ന സംഭവത്തിൽ പോയപ്പോ വെജ് ആണ്, ഫുഡ് കൊടുത്തില്ല, എന്തൊക്കെയോ ഫുഡിന്റെ കേസ് പറഞ്ഞിട്ട് എന്ത് സംഭവം ഉണ്ട്. അപ്പം അത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒനീല്
ഈ ചെറിയ കാര്യത്തിനാണ് ബിന്നിയോട് പറഞ്ഞത്. എനിക്കതിന് അങ്ങനെ തോന്നി പേഴ്സണലി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനുമോള് അക്ബർ ഇഷ്യൂ. അനുമോള് പറഞ്ഞു, അനുമോളോട് ലാലേട്ടൻ ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ അക്ബറെ, അക്ബറിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനുമോളെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഒരു വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിക്കുന്നു. വീഡിയോ കാണിക്കുമ്പോൾ എന്താണ് സംസാരിക്കും, ഇവിടെ എനിക്ക് ഒരാൾ ഇഷ്ടമല്ല, അക്ബറിക്ക് എനിക്ക് ഇഷ്ടമല്ല, അക്ബർ നോട്ടം ശരിയല്ല. ഞാൻ വിചാരിച്ചതേ അന്ന് എപ്പിസോഡ് ആണപ്പോൾ ഞാൻ ശരത്തിനെയാണ് പറഞ്ഞതെന്നാണ് വിചാരിച്ചത്. ശരത്തിനല്ല കേട്ടോ പറഞ്ഞത്, അക്ബറിനെ പറ്റിയാണ്. അപ്പം അക്ബറിനെ പറ്റി പറയാണ്, എനിക്കറിയില്ല, ഇനി ഭയങ്കര എനിക്ക് എന്നോട് നോക്കുന്ന നോട്ടം ശരിക്കും പേടിയാവുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചില്ല, പക്ഷെ എന്താണ് അനുമോൾ പറയണ്ട എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അനുമോളോട് ചോദിക്കുകയാണ്, അനുമോൾ ഇതിനെ പറ്റി എന്താ പറയുന്നത്, എന്ത് നോട്ടമാണ് ഉദ്ദേശിച്ചത്? അയ്യോ ലാലേട്ട, അത് ഞാൻ പറഞ്ഞത് ദേഷ്യത്തിലുള്ള നോട്ടമാണ്, അതെനിക്കൊരു പേടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ദേഷ്യത്തിലുള്ള നോട്ടമാണ്, ഓക്കെ നമ്മളിപ്പോൾ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയേനെ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ. കാരണം വേറെ ഒന്നുമല്ല, അക്ബറിന് ആ സംഭവം വരുമ്പോൾ അക്ബറിന് ഒരു നെഗറ്റീവ് ആവുള്ളൂ. പക്ഷെ അക്ബർ ഇത്ര മോശമായിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ വിചാരിക്കില്ല എല്ലാ ആൾക്കാരും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ക്ലാരിഫൈ കിട്ടിയത് നന്ന്. കാരണം അക്ബറിനും എന്താണ് നല്ലതാണ് പുറത്ത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു അനുമോളുടെയും അക്ബറിന്റെ കേസ്. പിന്നെ ജിസേലിന്റെ കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഷാനവാസ് ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് ഡ്രാമ കാണിച്ചു, അതാണ് എന്ന് പറയുകയാണ്. അതിന് നെഞ്ച് പൊട്ടിപ്പോയി ലാലേട്ടാന്നൊക്കെ പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ വലിയ രീതിയിലേക്ക് ആ ഒരു ഇതൊന്നുമില്ല. പിന്നെ അനീഷിന്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, ഗരുഡായിരുന്നു ഒക്കെ ചോദിക്കുന്നു, നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഷാനവാസിനെ ലാലേട്ടൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അതിനിട്ട് എവിക്ഷനാണ്. രേണുസുധീനെ സേവ് ആക്കുന്നു. പിന്നെ ബ്രേക്കിന് പോകുന്നു, ബ്രേക്കിൽ പോയി തിരിച്ചു വരുന്നു. ജയിലിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഫുഡ്, അപ്പോൾ അനുമോളും ശരത്ത് പറയാണ്, ഫുഡ് എനിക്ക് ജയിലിൽ കുഴപ്പമില്ല, പക്ഷെ ഫുഡ് നല്ലോണം കിട്ടിയെന്ന്. കാരണം ഇവർക്ക് ജയിലിൽ ഇരുന്നപ്പോഴാണ് ഫുഡ് കിട്ടിയത്. ബാക്കി കൊതുകുണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു, ഓക്കെ. പക്ഷെ ജയിലിൽ നമുക്ക് ഫുഡ് കിട്ടി, നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ കിട്ടി. വീട്ടുകാർക്ക് അതുപോലും കിട്ടിയില്ലായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുകയും ചെയ്തു, ഇത് ജയിലിൽ നല്ല ഗുണം ഭക്ഷണം കിട്ടും, ജയിലിൽ പോയപ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ ജയിലിലെ നിയമങ്ങളൊക്കെ ചെയ്ത് കറക്റ്റാണോ എന്ന് പറയുമ്പോൾ നെവിൻ ലിപ് ബാം ഇട്ട് കൊടുത്ത കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ല, അനുമോളിന് ലിപ് ബാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് ജയിലിനകത്ത് നിന്നിട്ട്. അപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു, ഓക്കെ എങ്കിൽ പിന്നെ ആ ലിപ് ബാം ആ സ്റ്റോറിൽ വെച്ചേക്ക് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സിന്റെ ഈ വിഷയം ഇട്ടെടുത്തിടാണ് അനുമോള്. ഡോക്ടേഴ്സിന്റെ മരുന്ന് പറയാൻ ആ ഇഷ്യൂ ഉണ്ടായിരുന്നു ആദ്യം, എന്താ ഡോക്ടറിനെ വിഹേളിച്ചു പറയാം, ആ കാര്യം ആ സംഭവം സംസാരിക്കുന്നു. അതിൽ എന്താണ് ഷാനവാസ് തമാശക്ക് ചെയ്ത ഒരു സംഭവം അനുമോൾ ഭയങ്കര പ്രശ്നമായി, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. വേറൊന്നുമില്ല. പിന്നെ വിക്ഷനിലേക്ക് വരികയാണ്. നെവിനും ജിസയിലും മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും അപ്പം തന്നെ പറയുന്നത്, നിങ്ങൾ രണ്ടുപേരുന്നുള്ളൂ, നിങ്ങളെല്ലാവരും സേഫ് ആണ് എന്ന് പറയുന്നു. പിന്നെ ബ്രേക്കിന് പോകുന്നു. രഞ്ജിത്തിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. എന്താണ് സ്റ്റേജിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം ഒരാഴ്ച നടന്ന കാര്യങ്ങളെല്ലാം ആ സ്ക്രീനിലൂടെ കാണിക്കേണ്ടത്. രഞ്ജിത്തിന്റെ എല്ലാം കാണിച്ചതിന് ശേഷം എന്താണ് എല്ലാ കണ്ടസ്റ്റൻസിന് മുന്നിലേക്ക് പോവാണ്. പരാതിപ്പെട്ടിയില് രഞ്ജിത്തിനെതിരെ ഒരു പരാതി പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഈ രഞ്ജിത്ത് എന്താണ് ഈ രഞ്ജിത്തിന്റെ അടുത്ത് വരാണെങ്കിൽ രഞ്ജിത്ത് ഒന്ന് മാറി നിൽക്കും. അതുപോലെ എന്താണ് എന്നെ കാണുമ്പോൾ ഒരു മാറിയിരിക്കലൊക്കെ ഉണ്ട്. അപ്പൊ വേറെ ഒന്നുമില്ല, രഞ്ജിത്ത് മറ്റേ ആദ്യത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ വാക്ക് മാറത്തില്ല, ഒറ്റ തന്തൊക്കെ പറഞ്ഞവനാണ്, ഞാൻ എന്റെ വാക്ക് മാറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രേണ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ പിന്നെ 2 തന്തമാരൊക്കെ ഉള്ളവരാണല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ കാര്യമാണ് രഞ്ജിത്ത് എടുത്ത് പറയുന്നത്. അപ്പോൾ വേറെന്ന് വെച്ചാൽ രഞ്ജിത്ത് എഴുതിയ പരാതി ലാലേട്ടന്റെ കയ്യിലുണ്ട്. അപ്പൊ പറയാണ്, നമ്മുടെ ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾക്കെതിരെ ഒരു കത്ത് രഞ്ജിത്ത് പരാതി നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് എന്താണ് എഴുതിയ കാര്യം എന്ന് വെച്ചാല്, ഞാൻ മുൻഷി രഞ്ജിത്ത്, എനിക്ക് ഇവിടെയുള്ള ആരോടും ഒരു പരാതിയില്ല, ആരെക്കുറിച്ചും ഒരു പരാതിയില്ല എന്ന് പറയുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും സങ്കടം, അയ്യോ നമ്മളെ പറ്റി ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നു. പിന്നെ ലാലേട്ടൻ രഞ്ജിത്ത് പറഞ്ഞയക്കുന്നു. അതുപോലെ കണ്ടസ്റ്റൻസിനോട് ഗുഡ് നൈറ്റ് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അനീഷ്
ആദിലോരോടും സംസാരിക്കുകയാണ് ഈ കാര്യം. എന്താണ് ഫീലിംഗ് വെച്ച് കളിയാക്കിയതല്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് സമാധാനിപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അനീഷും ആദിലോറും ഓക്കെ ആവുന്നു. ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. നാളത്തെ പ്രൊമോ എന്താണെന്ന് വെച്ചാൽ ഒരു ബെഡ പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, എനിക്കൊന്ന് റാങ്കിങ് ടാസ്ക് വേണ്ടുവന്നിരിക്കും. വെച്ചാൽ 10ാം സ്ഥാനം എനിക്ക്, 11ാം സ്ഥാനം എനിക്ക്, ഓരോരോ സ്ഥാനത്തിൽ ഓരോരോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് ആണെങ്കിൽ 1ാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയർ പൊട്ടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 1ാം സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല, 1ാം സ്ഥാനം ഞാൻ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഇതിൽ പറയുന്നത്, പ്രൊമോയിൽ പറയുന്നുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് തന്നെ പറയുന്നു, എന്താണ് ശരി, ഇത്രയും ഇതായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടില്ല, ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് പറയുന്നു. വേറെ ഒന്നും ഇല്ലായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഞാൻ പറയാം, ഡയലോഗ് ഇതായിരിക്കും, ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഈ ടാസ്ക് താൽക്കാലികമായി നിർത്തുന്നു. അത് രണ്ടിനെ കട്ടാക്കിയിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, അറിയില്ല. എന്തായാലും നിർത്തി വെക്കുന്ന ഒരു അവസ്ഥയിലാണ് പ്രൊമോ ആയിട്ട് കാണിക്കുന്നത്. എന്തായാലും കൊള്ളാം. നാളത്തെ എപ്പിസോഡിനായിട്ട് വളരെ വളരെ വെയിറ്റിംഗ് ആണ്. കാരണം റാങ്കിങ് ടാസ്ക് ആണ്. അപ്പോൾ നല്ല അടിപൊട്ടുന്ന സാധനം എന്തായാലും ഉണ്ട്. നമുക്ക് ഒരു കൂട്ടത്തല്ല് പ്രതീക്ഷിക്കാം അല്ലേ. പിന്നെ അക്ബറിന്റെ കാര്യങ്ങളെല്ലാം ഇന്ന് കുറച്ചൊക്കെ ക്ലിയർ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. കൊള്ളാം, എന്തോ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ. അപ്പോൾ അടുത്തൊരു വീഡിയോയും അടുത്ത അപ്ഡേറ്റുകളൊക്കെ കഴിഞ്ഞ് ഞാൻ നാളെ വരും. ലൈവ് അപ്ഡേറ്റ് ഒക്കെ നാളെ വരും. അപ്പോൾ അതായിരിക്കും.